നമ്മുടെ വീടുകളിൽ വർഷം 6000 ലഭിക്കുന്ന PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കർഷകർ നിർബന്ധമായും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കുക. അടുത്ത ഇൻസ്റ്റാൾമെന്റ് വിതരണം തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ 68,000-ൽ കൂടുതലുള്ള കർഷകർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് നില ഉടൻ പരിശോധിക്കണമെന്നാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിഗത ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ഈ സ്വയം പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഫെബ്രുവരി അവസാനത്തോടെ 22ാമത് ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്യാനാണ് സാധ്യത. ചിലപ്പോൾ അത് മാർച്ചിലേക്ക് നീളാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ തുക ലഭിക്കാൻ ആധാറുമായിട്ട് സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് സജീവമായിരിക്കണം എന്നത് നിർബന്ധമാണ്. കേന്ദ്ര സർക്കാർ നേരത്തെ മുടക്കിയിരുന്ന ചില തുകകൾ വിതരണം ചെയ്തതായി ഔദ്യോഗിക അറിയിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആധാർ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക. അടുത്തത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക. അക്കൗണ്ട് സജീവമല്ലെങ്കിൽ, സീഡിംഗ് ഇന്നാക്റ്റീവ് ആണെങ്കിൽ ഉടൻ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക. ബാങ്കിലെത്തി ആധാർ വീണ്ടും ബന്ധിപ്പിക്കാൻ അപേക്ഷിക്കുക. ചിലർക്ക് ബാങ്ക് അക്കൗണ്ട് സജീവമായിരിക്കാം, പക്ഷെ ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്നത് മറ്റൊരു അക്കൗണ്ടിലേക്കായിരിക്കാം. അത്തരത്തിൽ തുക തെറ്റായ അക്കൗണ്ടിലേക്ക് പോകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ട്. അതിനാൽ പരിശോധന നിർബന്ധമാണ്. ബാങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ആധാർ ബന്ധിപ്പിച്ച് അക്കൗണ്ട് തുറക്കാനും കഴിയും. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് ചെയ്ത് തുക സ്വീകരിക്കാനും സാധിക്കുന്നതാണ്. അടുത്തത് ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ചിലർക്ക് തുക ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത്തരക്കാരും വീണ്ടും സ്റ്റാറ്റസ് പരിശോധിക്കണം. മുമ്പത്തെ ഇൻസ്റ്റാൾമെന്റുകൾ ലഭിക്കാതെ പോയവർക്കും ഇതേ നടപടി അനുസരിക്കേണ്ടതാണ്. കേരളത്തിൽ മാത്രം 1,00,000-ൽ കൂടുതലുള്ള കർഷകർക്ക് അടുത്ത ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പുള്ളത്. മറ്റ് ചില സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യമുണ്ട്. അതിനാൽ ഇതൊരു പൊതു മുന്നറിയിപ്പായി കാണുക. അടുത്ത 2,000 തടസ്സമില്ലാതെ അക്കൗണ്ടിൽ എത്തണമെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിക്കുക. അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പാക്കുക. ആവശ്യമായാൽ ബാങ്ക് പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക. ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കുക. ഇത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ കർഷകരും ഇത് തീർച്ചയായിട്ടും പരിശോധിച്ച് ഉറപ്പാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെയിലി അപ്ഡേറ്റ് ആണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ന്യൂ ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.